ശരി. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. നമസ്കാരം സാറേ, ഒത്തിരി ആയല്ലോ നിങ്ങളുടെ ഈ വിളിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ താങ്കളിങ്ങനെ വിളിക്കാതിരിക്കുന്നത് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പം കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് നാൾ അങ്ങ് വിളിക്കാതെ, പിന്നെ അത് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ ആയിരുന്നു. ഇലക്ഷൻ്റെ ഒക്കെ പുറകെ പോയി ഞങ്ങൾ ഇവിടെ അങ്ങ് തൂത്തുവാരി. ആണോ? ആ, അയ്യപ്പൻ്റെ പാട്ട് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം ഇവിടുന്ന് തൂത്തുവാരിയായിരുന്നു പോയി. ശരി, ഓക്കെ. അനിയൻകുട്ടൻ കമ്മ്യൂണിസ്റ്റിന്റെ ഏത് കോട്ടയൊക്കെ പാർട്ടിയാണ്? ബി ജെ പിയിൽ. ഞങ്ങൾ കോൺഗ്രസ് ആയിക്കാരാണ്. കോൺഗ്രസ്സുകാരനോ? ഓക്കെ, ശരി. അനിയൻകുട്ടനെ ഈ സി പാട്ടിനെ പി എം ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ആ 30 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന വാർഡ് ബി ജെ പിക്കാരും കൊണ്ടുപോയതല്ലേ. ഇപ്പൊ ഞാൻ ഇതേപ്പറ്റി പറയുവാണെങ്കിൽ ഞാൻ രാജു അബ്രഹാമിന്റെ കൂടെ. രാജു അബ്രഹാം ഒരു പണി കൊടുത്തു. ആർക്കിട്ടാന്നറിയോ? രാജു അബ്രഹാം ഇവിടെ 25 വർഷമായിട്ട് 30 വർഷമായിട്ട് എം എൽ എ ആയിട്ടിരുന്ന് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തില്ല പിണറായി വിജയനും കൂട്ടരും. അതിന്റെ ഒരു കേട് തീർക്കാം. ഈ പാട്ടല്ലേ ഇല്ല, എന്നാ ഓർണം കാച്ചിയേക്കാം, കൊടുത്തേക്കാം. ഇപ്പൊ അതേ കിടന്നുകൊണ്ട് പറഞ്ഞത് ഇത് മുമ്പ് ഒരു വിഷം പറഞ്ഞു ഇതങ്ങ് മറന്നു പോയവരുതാണ്. അവർ തന്നെ വീട്ടിക്കൊണ്ട് ഇപ്പൊ മുമ്പ് ഒരു വിഷം വിളിച്ച രാജെന്ന് പറയാണ്. ഇങ്ങനെ ഇപ്പൊ ഇവർക്ക് പാട്ട് ഇറക്കാം, ഈ ഒരു പാട്ട് അവർക്ക് സൂചിക്കുന്നില്ല. സ്വർണം കട്ടുകൊണ്ട് പോയ ഒരു പാട്ട് പിടിക്കുന്നില്ല. ഇവരൊക്കെ അതിന് താരെ ഇതൊന്നും ഗുണം പിടിക്കാറില്ല. ഈ സർക്കാർ എങ്ങനെയും ഇറങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ കേരളം നശിപ്പിച്ച് കൂട്ടിച്ചോറാക്കി ഇട്ടേക്കുക. ഒരു പാട്ടിനെ ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അനിയൻകുട്ടൻ, നമ്മുടെ സമയം അവസാനിക്കാറാവുന്നു. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം ഉണ്ടായത് ഇങ്ങനെ പാട്ടിനെതിരെ ഇങ്ങനെ കേസെടുക്കുന്നത് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ തന്നെ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായത്. മറിച്ചുള്ള ചില ന്യായീകരണങ്ങളും സ്വാഭാവികമായും ഉണ്ടായി. രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം അങ്ങനെയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.